പറയുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക്. കേട്ടിട്ടുണ്ടാരെങ്കിലും എഴുതിയ ആളെ നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 3 കഥകൾ അടങ്ങിയ ഒരു പുസ്തകമാണിത്. ഇതിൽ വിശ്വവിഖ്യാതമായ മൂക്ക്, നീതിന്യായം, പഴയ ഒരു കൊച്ചു പ്രേമ കഥ, ഈ 3 കഥകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. അതിലെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയാണ് ടീച്ചർ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായിട്ടാണ് ഈ കഥ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നു. അതിനെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകളാണ് ഈ കഥയിലുള്ളത്. അപ്പൊ ഈ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ. അയാൾക്ക് എഴുത്തും വായനയും അറിയില്ല. അവിടുത്തെ ജോലികളായിരിക്കും വെക്കാതെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുക, ഉറങ്ങാം, പിറ്റേ ദിവസം കാലത്ത് എഴുന്നേക്കുക, വീണ്ടും പണികൾ ചെയ്യുക, ഉറങ്ങാം. ഈ കാര്യം മാത്രമേ ആൾക്കറിയുള്ളൂ. അപ്പോ അങ്ങനെ ഓരോ ദിവസം കടന്നു പോകണം. അങ്ങനെ 24ാമത്തെ വയസ്സായി. 24ാമത്തെ വയസ്സായപ്പോ ഒരു പ്രശ്നം ഉണ്ടായി അയാളുടെ ജീവിതത്തിൽ. അയാളെ മൂക്കില്ലേ, നിങ്ങളെ മൂക്കിനൊക്കെ മൂക്കില്ല എല്ലാവർക്കും. ഇയാളെ മൂക്കിന് ഇങ്ങനെ നീളം കൂടി വരാം. അങ്ങനെ കൂടി വന്നു തുടങ്ങി. അപ്പൊ കുറച്ച് ആദ്യം വന്ന് മൂക്കിന്റെ നീളപടം വരത്തി, താടി വരത്തി. അപ്പൊ ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും. അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോ അയാളുടെ ജോലിയും നഷ്ടപ്പെട്ടു. കാരണം ആ കടയിൽ നിൽക്കുന്ന എല്ലാവരും ആൾക്കാർ നോക്കുന്നു, അയാളെ കാണാൻ അങ്ങോട്ട് ഓടി വരുന്നു. അപ്പൊ ആ കടയിൽ ആകെ ഡിസ്റ്റർബൻസ് ആയപ്പോ എന്തായി, ആ കടക്കാരൻ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നെ അയാൾക്കാണെങ്കിൽ എഴുത്തു വായന ഒന്നും അറിയില്ല. മാസത്തില് 1 മാസം കഴിയണമെന്ന് പോലും അറിയില്ല. അയാളുടെ 1 മാസം കഴിയുമ്പോ അമ്മ വരും. അമ്മ വന്നിട്ട് അയാളുടെ ശമ്പളമൊക്കെ മേടിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ ഹ്യൂമൻ സബ്മറൈൻ എന്നായിരുന്നു സിനിമയുടെ പേര്. ആ സിനിമ ഇറങ്ങിയപ്പോ കോടികൾ സമ്പാദിക്കാൻ പറ്റി അത് ഇറക്കിയ ആൾക്ക്. അത് കൂടാതെ അത് മാത്രല്ല, 6 കവികള് ഇയാളെ പറ്റി മഹാകാവ്യങ്ങൾ എഴുതി. ഈ മൂക്കന്, ഇത്ര മൂക്കുള്ള മനുഷ്യനെ കുറിച്ച് 6 കവികള് കവിത എഴുതി. കൂടാതെ 9 സാഹിത്യകാരന്മാര് ഇയാളുടെ ജീവിതകഥ ജീവചരിത്രമായിട്ട് എഴുതി. അങ്ങനെ ഇതൊക്കെ വിപണിയിൽ വിറ്റഴിഞ്ഞ് വളരെയധികം ഇയാള് ദിനം പ്രതിയും കാശ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 48 രാജ്യങ്ങളുണ്ട്. അതുപോലെ മൂക്കനെ പരിശോധിക്കാൻ എത്ര രാജ്യത്തിൽ നിന്ന് വന്നത്? 48 രാജ്യത്തിൽ നിന്ന് ഡോക്ടർമാരെത്തി. അങ്ങനെ മൂക്കനെ വിധി എഴുതാനുള്ള ദിവസമായി. ഒരു ദിവസം പറഞ്ഞു, അന്നാണ് ഡോക്ടർമാര് പരിശോധിക്കുക ഇയാളെ മൂക്ക് എങ്ങനെയുള്ള മൂക്കാണോ എന്ന് നോക്കണ്ടേ, ഒറിജിനൽ ആണോ റബ്ബർ മൂക്കാണോ എന്ന് നോക്കുന്ന. എന്ത് ചെയ്തു, ഒരു മുട്ട് സൂചി എടുത്തിട്ട് മൂക്കന്റെ മൂക്കുമോ ഒരു കുത്തു. എന്തുണ്ടായിണ്ടാവും? ആ ചോര വന്നു. അപ്പൊ അവർക്ക് തീരുമാനമാവോ? എന്തെങ്കിലും തീരുമാനമായിണ്ടാവോ? അത് കണ്ടപ്പോ